കഴിഞ്ഞ ദിവസേ അഖിൽ മാരാർ 2020 വിട്ടു എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച കാര്യങ്ങളിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വരും ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് ലീക്ക് ചെയ്യുന്ന പരിപാടി, തമ്മിൽ പല രീതിയിലുള്ള ആരോപണങ്ങൾ പറയുന്ന പരിപാടി, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് അറിയേണ്ടതായിട്ടുള്ളൊരു വിഷയം എന്തായിരുന്നു വെച്ചാൽ 40 കോടി രൂപ സാബു ജേക്കബ് 2020 എന്ന് പറഞ്ഞ പ്രസ്ഥാനം മുന്നിൽ കാണിച്ചുകൊണ്ട് 19 സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി BJP 40 കോടി ഫണ്ട് ചെയ്ത് അത് സാബു ജേക്കബിന് കിട്ടി എന്നുള്ളതിൻ്റെ അഖിൽ മാരാരുടെ കയ്യിലുള്ള തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഇഫ് അഖിലിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, 2020 പുറത്ത് വിടാം. അപ്പം അങ്ങനെ പല രീതിയിലുള്ള വോയിസ് ചാറ്റുകളും ലീക്കുകളൊക്കെ ആയിട്ട് അങ്ങോട്ട് പുറത്ത് വരുമല്ലോ ഇനി വരും ദിവസങ്ങൾ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചതാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇന്ന് ഒരുപാട് സാധനങ്ങൾ അഖിലെടുത്ത് പുറത്തിടുന്നു, 2020 എടുത്ത് പുറത്തിരുന്നു. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. പണവും സ്ഥാനവും ആവശ്യപ്പെട്ടു അഖിൽ മാരാരുടെ ശബ്ദരേഖ പുറത്തുവിട്ട് 2020 കേന്ദ്ര സർക്കാർ ബോർഡുകളിൽ സ്ഥാനം വേണമെന്ന് അഖിൽ. ആക്ച്വലി ടു ബി ഫെയർ, ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് മീഡിയാസ് ഇത് വളച്ചൊടിച്ചു. കാരണം അഖിൽ മാരാറുടെ വോയിസ് ലീക്ക് എന്ന് പറഞ്ഞ് 2020 പുറത്തിട്ടൊരു ഐറ്റം അതൊരു ചീഞ്ഞ പൊളിറ്റിക്കൽ ഗെയിം പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഉള്ള കാര്യം പറയാമല്ലോ, പല വിഷയത്തിലും ഞാൻ അഖിലിനെ എതിർത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വോയിസ് ലീക്കിൻ്റെ കാര്യത്തിൽ ഇന്ന് 2020 ചെയ്തത് ഒരു നാറിയ പരിപാടിയാണ്. കാരണം അതിൻ്റെ കംപ്ലീറ്റ് വോയിസ് പുറത്ത് വിടാതെ ഒരു പോർഷൻ മാത്രം എടുത്ത് പുറത്തു വിട്ടു. ആ പോർഷനകത്ത് അഖിൽ മാരാർ എവിടെയും ഈ പറഞ്ഞ കേന്ദ്രത്തിനോട് ഏതെങ്കിലും ബോർഡിൽ ഒരു സ്ഥാനം എന്നുള്ളതല്ല ചോദിച്ചത്. 2020 തന്നെ ഒരു ബോർഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിച്ച് മേടിക്കുക. കാരണം NDAൻ്റെ പിന്നാലെ വെറുതെ പോണതിനേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പാർട്ടിക്കും കൂടിയും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ ഫുള്ള് സാധനം അഖിൽ പുറത്തു വിട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഓക്കെ, പക്ഷെ അവിടുത്തെ മീഡിയാസ് എന്ത് ചെയ്ത്, മീഡിയാസിനാണെന്നുണ്ടെങ്കിൽ വേറെ മറ്റേ നയാണ്, ഏതറിയോ, അയ്യോ ഇതൊക്കെ വെറും നാറിയ ചീപ്പ് ബിഗ് ബോസ് പൊളിറ്റിക്കൽ ഗെയിം അല്ലേ ഈ നടക്കുന്നത്, എല്ലാവരും ഇതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ലല്ലോ എന്നൊക്കെയാണ് ഇവിടുത്തെ മീഡിയാസ് പറയുന്നത്. ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇത് തിരികെ വിടുന്നുണ്ട്. വേറെ ഒരു ന്യൂസിനും വ്യൂവർഷിപ്പ് കിട്ടില്ല, ഇതിന് കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇത് അങ്ങനെ പറഞ്ഞ് തള്ളി വിട്ടിട്ടുണ്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇന്ന് മീഡിയാസ് ഒരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി വിട്ട ഈ വോയിസ് ലീക്കിൻ്റെ ന്യൂസ് ഒന്ന് ആദ്യം കേൾക്കാം. ദിവസം അഖിൽ മാരാർ 2020 വിട്ടപ്പോൾ സാബു ജേക്കബിനൊക്കെ വിമർശിച്ചിരുന്നു. ഇതിപ്പോൾ 2020 അതിനെ പ്രതിരോധിക്കുന്നത് പണവും പദവിയും ചോദിച്ചു അഖിൽ മാരാർ എന്നതുകൊണ്ട് അല്ലേ? അഞ്ജിത, അത് തന്നെയാണ്. അതായത് ഒരുപക്ഷെ കാര്യമായിട്ടുള്ള സാമൂഹിക പ്രസക്തി ഒന്നും ഇല്ലാത്ത ഒരു പാർട്ടിയും അതിനേക്കാൾ ഒട്ടും പ്രസക്തി ഇല്ലാത്ത ഒരു വ്യക്തി, ബിഗ് ബോസ് താരം എന്നുള്ള ഒരു ഇമേജിൽ മാത്രം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു വ്യക്തി, ഇവർ നടത്തുന്ന രാഷ്ട്രീയ ചേരിപ്പോരും ചെളിവാരിയറിന്റെയും ഏറ്റവും ഒടുവിലത്തെ ചില ഓഡിയോ ദൃശ്യങ്ങളും അതോടൊപ്പം ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ടുള്ള ചില തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലൊരു ബിഗ് ബോസിന്റെ നിലവാരത്തിലേക്ക് വില കുറഞ്ഞ തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും അഖിൽ മാരാർ ഈ ഓഡിയോയിൽ പറയുന്നത് ഒരു പാർട്ടിയിൽ ചേരുന്നതിന് പദവിയോ സമ്പത്തോ വേണം, അതല്ലാതെ ഒരു അക്കോമഡേഷൻ, സാമ്പത്തികമായിട്ടുള്ള അക്കോമഡേഷനും ഇല്ലാതെ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന തരത്തിൽ ഒരു വിലപേശൽ നടത്തിയിട്ടാണ് പാർട്ടിയിലേക്ക് പ്രവേശിച്ചത് എന്നാണ് 2020 ഈ ഓഡിയോയിലൂടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് ഒന്നുകിൽ സാമ്പത്തികമായിട്ടുള്ള തനിക്ക് ആനുകൂല്യം ഉണ്ടാകണം, അതല്ലെങ്കിൽ സാധാരണഗതിയിൽ BJPയോ കോൺഗ്രസോ പോലെയുള്ള ഒരു പാർട്ടിയിൽ ചേരുമ്പോൾ ലഭിക്കുന്ന ഒരു സ്വീകാര്യത 2020 ചേരുമ്പോൾ ലഭിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ സാമ്പത്തികമായിട്ടുള്ള ഗുണം ലഭിക്കണം, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും സെൻട്രൽ ബോർഡുകൾ, അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന വിവിധ ബോർഡ് കോർപ്പറേഷനുകളിൽ ഏതിലെങ്കിലും തനിക്ക് പദവി ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് 2020 നേതൃത്വം ഇടപെടണം എന്ന ഒരു ആവശ്യമാണ് ഈ ഓഡിയോയിൽ ഇവിടെ വ്യക്തമാക്കുന്നത്. നേരത്തെ തനിക്ക് കൊട്ടാരക്കര സീറ്റ് വാഗ്ദാനം നൽകി, അത് നൽകാതെ തന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് തൃപ്പൂണിത്തറ സീറ്റ് നൽകാമെന്ന് പറഞ്ഞു, ഇത് നൽകാതെ പിന്നെ തൃക്കാക്കരയിൽ തന്നെ മത്സരിപ്പിച്ചു എന്നൊരു ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പാർട്ടി തന്നെ ചതിച്ചു, പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള സാബു ജേക്കബ് തന്നെ ചതിച്ചു എന്നൊരു ആരോപണവുമായിട്ട് കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ 2020 വിട്ടത്. അതിനുശേഷം പിന്നീട് സാബു ജേക്കബുമായിട്ട് നടത്തിയിട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളുടെ ചാറ്റുകൾ, അതിന്റെ സ്ക്രീൻഷോട്ടുകളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് പുറത്തുവിട്ടുകൊണ്ട് ആരോപണം കുറെ കൂടി ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ 2020 അഖിൽ മാരാർക്കെതിരായിട്ടുള്ള അഖിൽ മാരാരുടെ ഓഡിയോ ശബ്ദരേഖ ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓഡിയോ എന്താണെന്നുള്ളത് ഞാനവിടെ വയ്ക്കാം. അതല്ല, കട്ട് ചെയ്ത് 2020 പുറത്തുവിട്ട പോർഷനാണ് ഞാൻ ആദ്യം പ്ലേ ചെയ്യുക. അതിനു മുമ്പ് ഈ മീഡിയക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ബിഗ് ബോസിൻ്റെ രീതിയിൽ തരം താഴുന്ന പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ ബിഗ് ബോസിൻ്റെ രീതിയിൽ തരം താഴ്ത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ
എടേ ബിഗ് ബോസിനേക്കാൾ ചീഞ്ഞ് നാറിയ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിനും വൃത്തികെട്ട പുഴുത്ത രാഷ്ട്രീയ കളികളല്ലേ കേരളത്തിലെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ബിഗ് ബോസ് ഇവിടുത്തെ രാഷ്ട്രീയത്തിനേക്കാൾ ചീഞ്ഞ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് അതൊരു മറ്റോടത്ത് സംസാരമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചീഞ്ഞ സാധനം എടുക്കാൻ താല്പര്യമില്ലാതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഖിൽമാരാരെ എടുക്കണ്ട, സാബുവിനെ എടുക്കണ്ട. ഇത് പ്രത്യേകിച്ച് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ന്യൂസ് അല്ല എന്ന് നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് വ്യൂസ് നിങ്ങൾക്ക് വേണം, അതിന് ബിഗ് ബോസ് താരം അഖിൽമാരാരും ഈ പറഞ്ഞ 2020 എന്നൊക്കെ എഴുതി പിടിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നുള്ളത് നല്ല അറിയുന്നതുകൊണ്ട് അതിങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടിട്ട് അടിക്കും വേണം. അതൊരുമാതിരി മറ്റേ സ്വഭാവമാണ്, മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ആളതിന് പറയേണ്ടത്. അത് അങ്ങനെ കുറേ ന്യൂസ് ഞാൻ കണ്ടേ, ഒരുമാതിരി വായിക്കുമ്പോഴും പുച്ഛം, പറയുമ്പോഴും പുച്ഛം, അട്ടാപാടെല്ലാം പുച്ഛിച്ചുകൊണ്ട് ഒരു സാധനങ്ങൾ. എന്നിട്ട് അതിനിടയിൽ കൂടി ബിഗ് ബോസ് അഖിൽമാരാർ ഓക്കെ, അയാൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, ബിഗ് ബോസിന്റെ പരിപാടികൾ അയാളത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ പറഞ്ഞ അഗ്നി പരീക്ഷയിൽ ജഡ്ജായി പോയിരിക്കുന്നു, അയാളെ ജീവിതം വീണ്ടും അതിൻ്റെ ഒപ്പം തന്നെ പോകുന്നു. രാഷ്ട്രീയം അയാളെ വേറൊരു ഫേസ് ആയിട്ട് അയാൾ ആ രീതിക്കാണല്ലോ നിങ്ങൾ ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഇത് കാണുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഈ മീഡിയക്കാരുടെ ഈ ഇരട്ടത്താപ്പ് സാധനം എടുത്ത് പറഞ്ഞത്. ഇനി 2020 പുറത്ത് വിട്ട വോയിസ്, രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടിട്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് എടുത്ത ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. പ്രത്യക്ഷത്തിൽ ഈ ഒരു വോയിസ് കേട്ട് കഴിഞ്ഞാൽ ആരാണെന്നുണ്ടെങ്കിലും വിചാരിക്കാൻ പോണത് എന്താ, അഖിൽമാരാര് കാശ് ചോദിച്ചു, കാശിന് വേണ്ടി രാഷ്ട്രീയത്തിൽ പോയി ആണ്. കാരണം അഖിലിൻ്റെ സംസാരത്തിൽ തന്നെ ഉണ്ട് എന്ത് കാശൊരു മെയിൻ പങ്കാണ്, അല്ലെങ്കിൽ കാശിൻ്റെ കാര്യങ്ങൾ അയാൾ നന്നായിട്ട് നോക്കുന്നൊരു വ്യക്തിയാണ് എന്നുള്ളത്. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞല്ലോ, അയാൾ ഒരിക്കലും ഒരു നാടിനെ സേവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുടുംബം വിറ്റാണെങ്കിലും എൻ്റെ കയ്യിലുള്ളതൊക്കെ കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് നാടിനെ സേവിക്കണമെന്നോ, അല്ലെങ്കിൽ ഭയങ്കര വെൽ ഓഫ് ആയി സെറ്റിലായതിനു ശേഷം ഇനി കുഴപ്പമില്ല എൻ്റെ കുടുംബത്തിന് നോക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇറങ്ങാം, നാടിനെ സേവിക്കാൻ ഇറങ്ങാം, അങ്ങനെ പറഞ്ഞ് ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് എനിക്ക് അഖിലിന് ഒരിക്കലും തോന്നിയിട്ടില്ല. അഖില് ഇവിടുത്തെ സീസൺഡ് പല പൊളിറ്റീഷ്യന്മാരും ഇപ്പം സീസൺഡ് ആവുന്നതിന് മുമ്പ് എന്ത് തറ പരിപാടി കാണിച്ചോ നാട്ടുകാരോട് അതേ തറവേല എടുത്ത് കുറച്ച് കണ്ണുപൊടിയുള്ള പരിപാടിയൊക്കെ കാണിച്ച് കുറച്ച് രാഷ്ട്രീയത്തിലൊരു പവർ പൊസിഷനിലെത്തുമ്പോൾ സൊസൈറ്റിയിലൊരു പവർ പൊസിഷനിലിരിക്കാം, പ്ലസ് അതിന് കുറച്ച് പൈസ ഉണ്ടാക്കാം, അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം, കുറച്ച് പേർക്കൊക്കെ സഹായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള രീതിക്ക് വരുന്ന ഇവിടുത്തെ പക്ക പൊളിറ്റീഷ്യന്മാരുടെ അതേ ലൈനിൽ പോണ ഒരാൾ. അതിലപ്പുറത്തേക്ക് ഒരു വേറെ രാഷ്ട്രീയമൊന്നും അഖിലിനില്ല. ഓക്കെ, അഖിലിൻ്റെ മൈൻഡിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, രാഷ്ട്രീയക്കാരനായി ആ രാഷ്ട്രീയം ബിസിനസ്സാക്കി മുന്നോട്ട് ജീവിച്ചിട്ട് പോവാം, ഇത്രയേ ഉള്ളൂ അഖിൽ. അതിൽ തന്നെ ഇപ്പോൾ ഈ അഖിലിനെ പോലൊരു മൈൻഡ് സെറ്റും അല്ലെങ്കിൽ ആ രീതിയിലുള്ള തോട്ട് പ്രോസസ്സൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ PC ജോർജിനെ പോലെയാണ്. ഇന്നിവിടെ നാളെ മറ്റേ സ്ഥലത്ത്, അപ്പുറത്തെ സ്ഥലത്ത്. മനസ്സിലായോ? ഇതൊരു സ്ഥിരത ഉണ്ടാവില്ല. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയത്തും ഓരോ പാർട്ടി, ഓരോ സംസാരം, ഓരോ തീരുമാനങ്ങൾ. അതങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആള് ഓൾറെഡി നമ്മളെ മൈൻഡിൽ അഖിൽമാരാർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന് ഒരു രീതിയിലും ഇന്ന് അയാളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ അപ്പം മാറ്റി പറയുന്ന ഒരാൾ, ഗോപാലൻ എന്നുള്ള രീതിക്കുള്ള ഒരു മനുഷ്യനായിട്ട് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ചങ്ങായി മാറിക്കഴിഞ്ഞു. അയാളുടെ മുന്നിലേക്ക് 2020 ഈ ഒരു വോയിസും കൂടി എടുത്ത് വയ്ക്കുമ്പോൾ ഏതൊരാളും മാനിപ്പുലേറ്റഡ് ആവും അല്ലേ? ബട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വോയിസിനകത്ത് കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഗോപേട്ട, ഞാനേ 1-2 കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ ഒന്ന് പറയുകയാണ്. മറ്റൊന്നുമല്ല, ഇപ്പം ഞാൻ ഈ 2020 ചേർന്നത് എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും വിഡ്ഢിത്തരപൂർണമായ തീരുമാനമായിരുന്നു എന്നതാണ് എൻ്റെ അനുഭവവും ചുറ്റുപാടുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന പരമമായ യാഥാർത്ഥ്യം. അത് എൻ്റെ തീരുമാനം തെറ്റിയതായിരുന്നില്ല, മറിച്ച് കൊട്ടാരക്കര മത്സരിക്കാമായിരുന്നൊരു സാഹചര്യം നഷ്ടപ്പെട്ടതോടുകൂടി ഒരു ഭാവി സാധ്യത പോലും രാഷ്ട്രീയപരമായിട്ട് അടഞ്ഞു പോകുന്നൊരു അന്തരീക്ഷമാണ് ഉണ്ടായത്. അതിൻ്റെ കാരണങ്ങൾ ഈ രാഷ്ട്രീയക്കാരന് വേണ്ട ഏറ്റവും മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് കൂടുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്.
അതിൻ്റെ ABCD 7 അയലത്തൂടെ പോകാത്ത ഒരാളായി പോയി 2020 ചെയർമാൻ എന്ന് പറയുന്നത്. അത് എനിക്ക് സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുകയും ഭയങ്കര ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനായിട്ട് ഞാൻ മനസ്സിൽ കാണുകയും ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഇതിൽ വന്നതിന് ശേഷം പലപ്പോഴായിട്ട് പുള്ളി കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു തവണ പോലും നമ്മളെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുകയോ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു സപ്പോർട്ട് ചെയ്യുകയോ, എന്തിനേറെ പറയുന്നു, ഞാൻ വീട് വെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ പാർട്ടി പരിപാടിക്ക് പങ്കെടുത്ത കിഡ്നി ഫെയിലിയറായ ഒരു പയ്യന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നത് പോയിട്ട് ഒരു തവണ പോലും ഒരു മെസ്സേജിന് പോലും ഒരു റിപ്ലൈ അയക്കാനുള്ള മാന്യത പോലും ഇങ്ങനെ കാണിച്ചിട്ടില്ല. മിനിമം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ വളരെ ലോ പ്രൊഫൈൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോഴും നമ്മളെ വിശ്വസിക്കുന്ന ഒരുത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കും. ഇത് ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരൊറ്റ തീരുമാനത്തെ തുടർന്നാണ്. അതുവരെ എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു, ആൾക്കാർക്കിടയിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, വിശ്വാസ്യത ഉണ്ടായിരുന്നു, കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും ഇന്നിതിപ്പം ഈ മെസ്സേജ് അയക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തതും കൂടെ ചേർത്തിട്ട് 4ാമത്തെ ഒരു പ്രോഗ്രാമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. ഈ NDA ചേർന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് പലതും വിളിച്ച് കമ്മിറ്റ് ചെയ്ത് ഈവൻ അഡ്വാൻസ് എന്ന പരിപാടികൾ ക്യാൻസലായിപ്പോയി. ഇന്നിപ്പോൾ കുന്നംകുളത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം ഇന്നല്ല, പ്രോഗ്രാം 21-ാം തീയതിയായിരുന്നു. ആ പരിപാടിയിൽ 1.5 ലക്ഷം രൂപ സമ്മതിച്ച് എനിക്കതിൽ 25,000 അഡ്വാൻസ് തന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എന്നെ വിളിച്ചത് മന്ത്രി ജിനീഷ് കുമാറാണ് എൻ്റെ ഉദ്ഘാടനം. പക്ഷേ അവർക്ക് നമ്മുടെ രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് അതിൽ നിന്ന് എന്നെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം അതായത് പഞ്ചായത്തിൽ എനിക്ക് പൈസ തന്നത് അവിടെ നടത്തുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഓണേഴ്സാണ് തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ക്യാൻസൽ 4ാമത്തെ പരിപാടിയാണ്. അങ്ങനെ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻസ്, ആരെങ്കിലും എന്നെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുന്നെങ്കിൽ ഞാനുമായിട്ട് എന്നെ ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ബന്ധവും അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ചിട്ട് കണ്ടോളാമാകില്ലേ കുഴപ്പമില്ല എന്ന് കരുതി വിളിക്കുന്നു വരും. അപ്പോൾ ഇങ്ങനെയൊന്നും എനിക്കൊന്നും ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട്. ഗോപകുമാർ എന്ന് പറഞ്ഞ് NDAയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്ക് ഈ അഖിൽ മാരാർ അയച്ച വോയിസിൻ്റെ ഒരു കംപ്ലീറ്റ് അല്ല, ഹാഫ് വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടത്. ഈ കേട്ടതിൻ്റെ ബാക്കി പോർഷൻ്റെ അകത്താണ് നേരത്തെ ഞാൻ കേൾപ്പിച്ച, അതായത് ഇന്ന് 2020 പുറത്ത് വിട്ട അഖിൽ മാരാർ സീറ്റിന് വേണ്ടി കാശ് ചോദിച്ചു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ കാശ് ചോദിച്ചു, അതിനുശേഷം കേന്ദ്രത്തിൻ്റെ അടുത്ത് ബോർഡിലൊരു സ്ഥാനം ചോദിച്ചു എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇനി അടുത്തൊരു വോയിസ് ഞാൻ വെക്കുന്നുണ്ട്. ഈ വോയിസിൻ്റെ കണ്ടിന്യൂഷനാണത്. ഈ വോയിസിനകത്ത് തന്നെ 2-3 കാര്യങ്ങൾ പറയാണ്ടിരിക്കും. സാബു ജേക്കബ് ഫോൺ എടുക്കാത്തത് കൊണ്ട് പാർട്ടി വിട്ട് അഖിൽ മാരാന്ന് പറയുന്നത് വളരെ ഇമ്മച്ചുവർ എന്നാണ് പറയാനുള്ളത്. ഇയാൾ ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ടാമ്പും പഠിക്കാതെ പോയിരുന്നിട്ടാണോ അമ്മാതിരി തള്ളിയത് ഈ ഒരു ഇലക്ഷൻ ടൈമിൽ എന്നുള്ളത് ഞാനിപ്പോൾ ചിന്തിച്ചു പോകുന്നു. നിങ്ങളും ചിന്തിച്ചു പോയിട്ടുണ്ടാവും. കാരണം അജാതി തള്ളായിരുന്നു. നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞ 2020 പാർട്ടി അവിടെ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വൻ തള്ളായിരുന്നു. സാബു ജേക്കബ് എൻ്റെ സിനിമയിലെ നടനെ എന്താ പറയുക, കേന്ദ്ര കഥാപാത്രത്തിനെ ഞാൻ സാബു ജേക്കബിൽ നിന്നാണ് ഞാൻ ഉൾക്കൊണ്ടത്. ഞാൻ അന്ന് അയാളെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. എൻ്റെ കേന്ദ്ര കഥാപാത്രത്തിനെ പോലെ തന്നെയാണ് സാബു ജേക്കബ് തള്ളി അഖിൽമാരെ നമ്മൾ കണ്ടതാണ്. ആൻഡ് അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ ടു ഏർലി എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഒരു പാർട്ടിയിൽ കയറി നിന്നു, ആ പാർട്ടി NDAയുടെ ഭാഗമായിട്ട് നിന്നു. ഇപ്പോൾ ടു ഏർലി എന്ന് ഞാൻ പറയാൻ കാരണം അഖിലിന് സംഭവിച്ചെന്താ അറിയോ, അഖിലിനെ സംഖ്യയാക്കി എന്നുള്ള തിരിച്ചറിവ് അഖിലിന് കിട്ടി. അഖിലിന് ഈ പാർട്ടിക്ക് അതൊന്നും ഒരു തുട്ട് പൈസ പോലും കിട്ടില്ല എന്നുള്ളത് അഖിലിന് മനസ്സിലായി. ചെലവിനുള്ളതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഉള്ളതല്ലാതെ അഖിലിന് വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ എമൗണ്ട് ഉണ്ടാക്കാനോ ഇതിൽ നിന്നൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ വഴിമുട്ടി അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളത് കൺഫേം ആയപ്പോൾ അഖിലിന് മനസ്സിലായി എൻ്റെ തലയിൽ ഓൾറെഡി സംഖ്യപ്പട്ടം വന്നു, ഇതൊന്നും എനിക്ക് പുല്ല് കാശും കിട്ടുന്നില്ല, ഇനി ഞാൻ ആ സംഖ്യപ്പട്ടമെങ്കിലും എടുത്ത് കളയട്ടെ. ആ സംഖ്യപ്പട്ടം എടുത്ത് കളയണമെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോഴുള്ള ഈ പാർട്ടിയിൽ നിന്ന് ചാടണം. അത് ചാടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവന്മാരെ എല്ലാം എക്സ്പോസ് ചെയ്ത് എന്നെ ഇവന്മാർ ഇതിൽ കൊണ്ടുപോയി പെടുത്തിയതാണ് എന്നുള്ളത് അറിയിച്ച് ഞാൻ സംഖ്യ അല്ലേ എന്ന് പറഞ്ഞ് പുറത്ത് ചാടണം. അതിനുള്ള ഗിമിക്കുകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ എന്നാൽ പറയാൻ കാരണം അഖിലിന് ഇത് ആദ്യം മുതലേ അറിയില്ലായിരുന്നോ? ഓൾറെഡി അഖിൽ മാരാർ അല്ലെങ്കിൽ സംഘിപ്പട്ടം എന്നുള്ളതിലേക്ക് ഒരു 50% എത്തി നിൽക്കുന്ന ഒരു വ്യക്തി. അതിനിപ്പോൾ NDAക്ക് പോകണം അല്ലെങ്കിൽ ഈ പറഞ്ഞ BJPയിൽ മെമ്പർഷിപ്പ് എടുത്തത് 100 ആക്കണം എന്നില്ല. ഇത് അതിനായിട്ട് ബന്ധപ്പെട്ട സഖ്യകക്ഷി പോയി നിന്നാലടക്കം എന്താ ഒരു 99% ആയി. ഇപ്പം ആയതാണ് ഇവിടെ ചെന്നപ്പോൾ ആയത്, 2020 ചെന്നപ്പോൾ ആയത്. ഇനി ഇതിന്നൊരു തിരിച്ചു വരവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പൊന്നാക്കിലെ.
മനസ്സിലായില്ലേ? അതിനകത്ത് തന്നെ നിൽക്കേണ്ടി വരും. ഒരാളും വിശ്വസിക്കാൻ പാടില്ല. എനിക്കൊന്നും ഒരു വിശ്വാസമില്ല ഇത് ഇങ്ങനെ തിരിച്ചു വന്നാലും ഇത് ഈ പറഞ്ഞ സംഘി എലമെൻറ്റുകൾ പോയി ഒരാളായിട്ട് തിരിച്ചു വരുന്നുള്ളത്. ഐ ഡോണ്ട് തിങ്ക് സോ. അതൊക്കെ അങ്ങനെ തന്നെ ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, സംഘികളുടെ കുറച്ച് റിഫ്ലക്ഷനായിട്ട് ഞാനൊക്കെ കാണുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അഖിലിൽ അവിടെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ് എനിക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി സോഷ്യൽ മീഡിയയിൽ ഞാൻ സംഘിയല്ലേ ഞാൻ BJP പോയിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇനി എഴുതിയിട്ടാലൊന്നും വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനതാ ഞാൻ പറയാം, ഈ വോയിസ് നോട്ടിലൊക്കെ മുഴച്ച് നിൽക്കുന്ന സാധനം അതാണ്. എൻ്റെ ജീവിതം വഴിമുട്ടി, എൻ്റെ തൊഴിൽ വഴിമുട്ടി, ഞാൻ സംഖ്യയായതുകൊണ്ട് എനിക്ക് തൊഴിൽ കിട്ടുന്നില്ല. ആ സാധനം എന്നാൽ എനിക്ക് തൊഴിൽ തരേണ്ടത് ആരാ? അല്ലെങ്കിൽ എനിക്കൊരു ആ രീതിയിലേക്ക് സെറ്റപ്പാക്കി തരേണ്ട പാർട്ടീൻ്റെ മുതിർന്ന നേതാവ്, അയാളും ഫോൺ എടുക്കുന്നില്ല. അതായത് സാബു ജേക്കബ് ഫോൺ എടുക്കാത്തതിൻ്റെ വിഷയമാണ്, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാത്തതിൻ്റെ വിഷയമാണ് അഖിൽ മാരാർ പറയുന്നത്. അത് റെസ്പോണ്ട് ചെയ്ത് എന്തിനു വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യണം? ഭാവി പ്ലാനുകൾ എന്ന് പറയുമ്പോൾ ആ പ്ലാനിലൂടെ അഖിലിന് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഫണ്ടിൻ്റെ കാര്യങ്ങൾ എന്താണെങ്കിലും സെറ്റാവണം. ആ ഒരു ധ്വനി അതിനകത്തുണ്ട്. നേരിട്ടൊരു ഫണ്ട് എനിക്ക് താന്നല്ലെങ്കിൽ പോലും അതുണ്ട് അതിനകത്ത്. ഓക്കെ, അത് അഖിലും കഴിഞ്ഞ മീഡിയയിൽ അഡ്രസ്സ് ചെയ്ത സമയത്ത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്ത് ഫണ്ട് വേണമല്ലോ, മോണിറ്ററി ബെനിഫിറ്റ്സ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇനിയാണ് ഇന്ന് വിട്ട ലീക്ക് ചെയ്ത ചെറിയ പോർഷൻ്റെ കംപ്ലീറ്റ് പോർഷൻ വരുന്നത്. സാധാരണ നമ്മളെയൊക്കെ കണക്ക് ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ അക്കോമഡേഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. ഇപ്പം ഇതിപ്പം ഇതിൽ അക്കോമഡേഷൻ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്ത് കാരണം കൊണ്ടാണോ ഇതിൽ വന്നത് അതുപോലും ചെയ്തു തരാൻ പറ്റാതെ ഇപ്പം തൃപ്പൂണിത്തറ സീറ്റ് എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഞാനൊരു പ്രോഗ്രാമിലുണ്ടായിരുന്നു. നമ്മുടെ ഇദ്ദേഹം ഞാൻ പേര് പറഞ്ഞു, പി രാജീവിൻ്റെ കൂടെ നമ്മുടെ പഴയ IPS ഓഫീസർ ഉണ്ടായിരുന്നു. പണ്ട് ശബരിമല വിഷയത്തിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സുന്ദരകുട്ടപ്പൻ IPS ഓഫീസർ പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അവരുൾപ്പെടെ സകല ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ചോദ്യം, ശരി അഖിൽ NDA പോയി, എന്തുകൊണ്ട് അഖിലിന് തൃപ്പൂണിത്തറ സീറ്റ് തന്നില്ല? എനിക്ക് ഇതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചത്, ഇതൊന്നും നമുക്ക് ആരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാൻ മടുത്തു. ആക്ച്വലി 1% പോലും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത, നമ്മുടെ അടുത്ത് ഒരു കാര്യങ്ങൾ പറയാത്തൊരു രാഷ്ട്രീയ പാർട്ടിക്കൊന്നും വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഒരു വിലയുമില്ല. 2020 അത് എന്ത് വില ഉള്ളവരെല്ലാം പോയി. ആകെ 2 പേരാണ് ഇവർക്കാരെ മത്സരിക്കാൻ നമ്മുടെ മത്സരിച്ച സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ആളും പേരും ഇല്ലാത്ത, യാതൊരു പൊസിഷനും ഇല്ലാത്ത, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. ഞാൻ ഒരു വോയിസും കൂടെ ആയിട്ട് അയച്ചേക്കാം കരുത്. പിന്നെ 2, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എടുത്ത ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ അത് കൊടിക്കുന്നിൽ സുരേഷിനോട് എനിക്കുള്ള ദേഷ്യവും, കൊട്ടാരക്കരയിൽ അയാൾ നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ അവിടെ വർക്ക് ചെയ്ത് മാക്സിമം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യണമെന്നൊക്കെയുള്ള ചിന്തയാണ്. അപ്പോൾ ഇതിൽ മോണിറ്ററി ബെനിഫിറ്റിൻ്റെ കാര്യം അഖിൽ പറയുന്നുണ്ട്. അപ്പോൾ കാശിൻ്റെ കാര്യങ്ങൾ അഖിൽ ഇൻഡയറക്റ്റ് ആയിട്ട്, അതല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് എനിക്ക് കാശ് താ എന്നുള്ളതല്ലെങ്കിൽ പോലും ഈ സാധനങ്ങൾ അറിയിക്കുന്നത് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും ബോർഡ് മേടിച്ച് അതിലൊരു സ്ഥാനം എന്ന് പറയുന്നത് അത് ആ എൻറ്റയർ പാർട്ടീൻ്റെതിലേക്ക് പറഞ്ഞിട്ട് മേ ബി അതിൽ നിന്ന് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താണെങ്കിലും അത് ഡയറക്റ്റായിട്ട് എനിക്ക് കേന്ദ്രത്തിലൂടെ നിങ്ങൾ ചോദിച്ചിട്ടൊരു ബോർഡിൻ്റെ സെറ്റപ്പ് എടുക്ക്, ഏതെങ്കിലും ഒരു കമ്മീഷനിൽ ഞാൻ കയറിപ്പറ്റി ഞാൻ ബോർഡിലിരിക്കാം എന്നുള്ളൊരു ഡയറക്റ്റ് ധ്വനി അതിനകത്തില്ല. പക്ഷേ ഇൻഡയറക്റ്റ് സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ബട്ട് 2020 അത് മാനിപ്പുലേറ്റ് ചെയ്ത രീതി അതൊരു ഭയങ്കര ഇതായിപ്പോയി. കാരണം സാബു ജേക്കബിന് വേണമെങ്കിൽ കൃത്യമായിട്ട് പത്രമാധ്യമങ്ങളെ കണ്ട് അഡ്രസ്സ് ചെയ്തിട്ട്, കാരണം അവരുടെ പാർട്ടിയിലേക്ക് അവർ ഭയങ്കര നെറ്റിപ്പട്ടം കെട്ടി കൊട്ടി ആഘോഷിച്ച് കൊണ്ടുവന്ന കൊമ്പനാണല്ലോ അഖിൽമാരാർ. അതേ കൊമ്പൻ തിരിച്ച് കുണ്ടിക്ക് കുത്തുമ്പോൾ വന്നിരുന്ന് പറയേണ്ട ഒരു അവസ്ഥ ആയിരിക്കുന്നുണ്ട് സാബു ജേക്കബിനുണ്ട്. മനസ്സിലായോ? ആനപ്പാപ്പ അല്ലാതെ വടിയും വെച്ച് തിരിഞ്ഞു അങ്ങോട്ട് മാറി നിന്നിട്ട് ഞാൻ തെറ്റി, അല്ലെങ്കിൽ ഞാൻ മറ്റേ റെഡ് വോയിസ് ലീക്ക് പുറത്തു വിടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആനേൻ്റെ വഴിക്ക് കുണ്ടി നട്ടി പോകുമ്പോൾ വന്നിരുന്ന് പറയാൻ പറ്റണം. നിങ്ങൾക്ക് ചെറിയൊരു കൂട്ടം ആളുകളാണെങ്കിൽ പോലും അവരോട് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? കിഴക്കമ്പലത്ത് മാത്രമൊന്നുമില്ലല്ലോ, അല്ലാത്ത സ്ഥലത്തും 2020 എന്തെങ്കിലും ചെയ്യും എന്ന് മനസ്സിൽ വിചാരിക്കുന്ന കുറച്ചൊരു കൂട്ടം ആളുകൾ ഈ കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട്. അവരെ കൺവിൻസ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഈ കിഴക്കമ്പലത്തുള്ള നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിലും എന്തുകൊണ്ടെങ്കിലും പോയി എന്നുള്ളത് നിങ്ങളൊരു പത്രമാധ്യമങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങൾ നടത്തി പറ.
പിന്നെ ഈ 40 കോടി എന്നകിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, കിട്ടിയോ ഇല്ലേ എന്നുള്ളത് സാബു ജേക്കബ് ഒന്ന് പറയണല്ലോ. തൃക്കാക്കരയിൽ ഇവിടെ അങ്ങ് ഒരു വർക്കും നടന്നിട്ടില്ല. അതായിരുന്നു സത്യം. ഇത് ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ ഇലക്ഷന് ശേഷമാണ്. പല ആൾക്കാർ നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഒരു 10-40 പേർക്ക് അപ്പുറത്തേക്ക് ഇവിടെ സംഘടനയില്ല, ആളില്ല, പേരില്ല, ഒരു മനുഷ്യനില്ല. ഈ മത്സരിച്ചതിന് ശേഷമാണ് തൃക്കാക്കര മണ്ഡലം എന്താണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ പല ഏരിയയിലും മറ്റുള്ള പലരും വഴി പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടൊക്കെ ആയിരുന്നു നമ്മുടെ വോട്ട് കടന്നിരുന്നത്. കുറേ ടൗണുകളിലും സിറ്റികളിലും കേരളത്തിൻ്റെ പല ആൾക്കാർ കൂടിച്ചേരുന്ന പല പ്രദേശങ്ങളിലും കൊണ്ടിട്ട് കറക്കി, ഇവർക്ക് കുറച്ച് സ്വാധീനമുള്ള കുറച്ച് മേഖലകളിലും കൊണ്ടിട്ടൊന്ന് കറക്കി വിട്ടതല്ലാതെ ഒരു പ്രോപ്പർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനോ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനോ ഇവിടൊന്നും ആളുമില്ല, പേരുമില്ല. ആരെയും BJP-ക്കാരെ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് ആളില്ല, അവർക്ക് അത്രയ്ക്കുള്ള ആളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു മണ്ഡലത്തിൽ കിടന്ന് നമ്മൾ സ്വയം നശിച്ച് ഭാവിയില്ലാതെ എനിക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സിനിമ സംവിധാനം ചെയ്യണം. ഞാൻ സംവിധാനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എനിക്ക് ബാധ്യതയാണ്. ഇപ്പം ഞാൻ ഏഷ്യാനെറ്റിലൊരു ഷൂട്ടിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ദൈവാനുഗ്രഹിച്ച് അതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് വന്നതാണ്. ഇതൊക്കെ വന്നില്ലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതെല്ലാം വിറ്റുപറക്കി കിടന്ന് തെണ്ടേണ്ടി വന്നേനെ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോക്ക് നടക്കത്തില്ല. പിന്നെ ഈ പബ്ലിക്കായിട്ട് എനിക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒരുപക്ഷെ നമ്മുടെ അടുത്ത് വരത്തതുമില്ല. കാര്യം കണ്ടിന്യൂസ് വരുന്ന ആൾക്കാർക്കിടയിൽ ഇന്ത്യയുടെ ഭാഗമായതിനെ തുടർന്നുണ്ടാകുന്ന നെഗറ്റീവ്സ്, ആ നെഗറ്റീവ്സ് ഞാൻ സഹിക്കാമായിരുന്നു. എന്നെ ആ രീതിയിൽ പരിഗണിച്ചിരുന്നവരായിരുന്നെങ്കിൽ, എന്നോട് ആ രീതിയിൽ ആത്മാർത്ഥത കാണിച്ചവരായിരുന്നെങ്കിൽ 100% നമ്മൾ പരിഗണിക്കാമായിരുന്നു. എവിടുന്ന് ഒരു അലവലാതി മറ്റേ ഇന്ത്യയുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒരുത്തനാന്ന് പറഞ്ഞാൽ വന്നിട്ട് അവനെയൊന്നും പിന്നെ ഇലക്ഷന് ശേഷം കണ്ടിട്ട് കൂടിയില്ല. അപ്പം ഇങ്ങനെ അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിൻ്റെ പിന്നെ അതിനേക്കാൾ എല്ലാം ഉപരി ഈ പറഞ്ഞ എവിടെ ചെന്നാലും ഇപ്പം കഴിഞ്ഞ ദിവസം വൈറ്റ് ഗോൾഡിൻ്റെ ഓണർ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അഖിലിന് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയെന്ന് കണ്ടിട്ടായിരിക്കും. ഞങ്ങളൊക്കെ വിചാരിച്ചു അഖിലിൻ്റെ ഒരു 4-5 കോടി രൂപ കിട്ടി കാണും, അതുകൊണ്ടാണ് അഖിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കോൺഫിഡൻറ്റ് റോയ് സാറിൻ്റെ ബ്രദറും ഈ വൈറ്റ് ഗോൾഡിൻ്റെ വേറൊരു കക്ഷി, ഇവരും പുള്ളി ഇതേ അഭിപ്രായം. ഇന്ന് എയർപോർട്ടിലെ സ്പീഡ് വിങ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ സനിലുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് ഇതേ ചോദ്യം എന്നാ ചോദിച്ചത്, എന്തിനാണ് പാർട്ടി വിട്ടത്, പൈസ വല്ലതും കിട്ടിയിട്ടാണോ വിട്ടത്? ഇത് മറ്റൊരു രീതിയിൽ നെഗറ്റീവ്. അതായത് എവിടെ ചെന്നാലും പൈസ കിട്ടിയത് കൊണ്ടാണ് പാർട്ടി വിറ്റത്. യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തത് തന്നെ എൻ്റെ ബെൻസ് കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. എനിക്ക് ആ വണ്ടിക്കകത്ത് അത്രയും പെട്രോളും ഡീസലും അടിച്ച് നടക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇലക്ട്രിക് വണ്ടി എടുത്തത്. ആരും അറിയാതെ ബെൻസ് അങ്ങ് വിൽക്കാമെന്ന് കരുതുന്നത് കൊണ്ടാണ്. കാരണം ബെൻസ് നേരിട്ട് വിൽക്കുന്നത് നാണക്കേടല്ലേ. അപ്പോൾ ലോണിട്ട് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്ത് ബെൻസ് മിണ്ടാതെ അങ്ങ് വിൽക്കാം. പക്ഷേ ബെൻസിനൊക്കെ അറിയാമല്ലോ, വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്രിസിയേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് റിയാലിറ്റിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇന്ന് വരെ ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് പോലും ഒരാൾ ചെയ്യുന്നില്ല. ഇടയ്ക്ക് ഗോപേട്ടൻ വിളിച്ചിട്ട് ഇതാണെന്നൊരു കാര്യം പറഞ്ഞു. ഇത് ഞാൻ ആദ്യം തീരുമാനിച്ചത്, പക്ഷേ നമ്മളത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു അനക്കവും ഇല്ല, ആവിയില്ല. അതിന് ഇടയ്ക്കെപ്പോഴോ പറഞ്ഞു പോയി. അതുകൊണ്ട് ഞാനിത് ഉണ്ടാവില്ല. ഞാൻ ഈ ഏഷ്യാൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് പരസ്യപ്പെടുത്തും, അത്രേ ഉള്ളൂ. ബിഗ് ബോസ് വീണ്ടും അഖിൽമാരാർ കരി തരുന്നു എന്നുള്ളത് അഖിൽമാരാർ ബിഗ് ബോസിനോട് നന്ദി പറയേണ്ട ഒരു കാര്യം. കാരണം പലപ്പോഴായിട്ട് ഒന്നാം ഷോനെ കുറ്റം പറഞ്ഞ ഷോയിൽ കയറി ഇത് വേറൊരു സീന്, അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വീണ്ടും ആ ഷോക്ക് ഇട്ട് കുത്തുക എന്നുള്ളതിനപ്പുറം ആ ഷോക്ക് ഒരു രീതിയിലുള്ള കോൺട്രിബ്യൂഷനും അഖിൽമാരാർ കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ ഷോ നിങ്ങൾക്ക് അന്നം തരുന്നു എന്നുള്ളതിൽ നിങ്ങൾ ആ ഷോയ്ക്ക് ഒരു നന്ദി പറഞ്ഞേക്ക്. ഓക്കെ, ഞാൻ ഇപ്പോഴും ജഡ്ജാക്കി അഗ്നിപരീക്ഷയെ അതിലും കോമഡിയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അഗ്നിപരീക്ഷേൻ്റെ ഷൂട്ടിൻ്റെ അവിടെ നിന്ന് ആവുന്നുണ്ട്. ആ ഡ്രസ്സും സാധനവും കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ആ ചെയ്യുന്ന ഷോനോട് കുറച്ചൊരു എത്തിക്സും ആ ചെയ്യുന്ന ഷോനോട് കുറച്ചൊരു ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ കാണിക്കാതിരിക്കുക എന്നുള്ളത് അഖിൽമാരോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരികയാണ്. അത് പലപ്പോഴായിട്ട് നിങ്ങൾ എന്താ പറയുക പല രീതിയിൽ വിമർശിച്ചതാണ് പോയി വന്നതിന് ശേഷം ഈ ബിഗ് ബോസ് ഷോനെ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ തന്നെ അരി മേടിച്ച് തിന്നേണ്ട ഗതികേടിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. പിന്നെ ഈ പറഞ്ഞ ബെൻസ് കഥ എന്തിനാണ് പൊന്നകിലേ ഈ വന്നിരുന്നിട്ട് എൻ്റെ ബെൻസ് എന്ന് പറഞ്ഞു. ഇതൊക്കെ നാട്ടുകാർക്ക് കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ ഒരു വണ്ടി നമ്മൾ വിൽക്കുകയാണ്, നമ്മളെ പ്രശ്നം കൊണ്ടാണ്. പ്രശ്നം കൊണ്ട് വിറ്റു എന്ന് പറയുന്നത് എന്താ അത്ര വലിയ നാണക്കേടും മാനക്കേടും ഉള്ളത്? മാങ്ങ വിറ്റ് നടന്ന ജ്യൂസ് അടിച്ച് നടന്ന അഖിൽമാരാരുടെ ആ കാലത്തുനിന്ന് മാറി. ഓക്കെ, ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ കാലത്ത് ഈ മനുഷ്യൻ ജീവിച്ച ആളല്ലേ. ആ കാലം സർവൈവ് ചെയ്ത അഖിൽമാരാർക്ക് ഇപ്പോഴും അങ്ങനത്തെ എന്താ പറയുക അത്രയും അല്ലെങ്കിൽ പോലും ഒരു മോശമായ അവസ്ഥ ഫിനാൻഷ്യലി വരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. വരാൻ പാടില്ല, പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ എന്താ പുറത്ത് പറയുന്നത് എന്താ കുഴപ്പമുള്ളത്? അത് പറയുമ്പോഴത്തേക്ക് വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ ഒരുമാതിരി ഈ അവസ്ഥ എന്നൊക്കെ പറയേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയ നമ്മൾ പറയുക, ദാറ്റ്സ് അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഇയാൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് ഒരു എമൗണ്ട് പ്രതീക്ഷിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അത് എന്താണെങ്കിലും സാബു നഹി കൊടുത്തിട്ടുമില്ല.
ഇനി ഈ പറഞ്ഞ ബിഗ് ബോസിൻ്റെ അവിടെ അഗ്നിപരീക്ഷയിൽ ജഡ്ജായി പോയിരുന്നതാ തോന്നുന്നു. അവിടെ ഇരുന്നിട്ടിട്ട വീഡിയോ ഞാൻ കാണുന്നത്. അവിടെ ഇരുന്നിട്ടാവണം ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾക്ക് മാത്രം ഞാൻ മറുപടി പറയുന്നു. അതിലൊന്നാമത്തെ കാര്യം, തൃക്കാക്കരയിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഞാൻ തൃക്കാക്കരയിൽ മത്സരിക്കാൻ ഇറങ്ങിയത് എന്നുള്ളതാണ്. അതിന് ആദ്യത്തെ മറുപടി, തൃക്കാക്കരയിൽ മത്സരിപ്പിക്കാമെന്നോ എനിക്കൊരു സീറ്റ് നൽകാമെന്നോ പറഞ്ഞല്ല എന്നെ 2020ലേക്ക് വിളിപ്പിച്ചത്. ഞാൻ 2020ലേക്ക് വരുന്നതിന് മുൻപ് തന്നെ 10 പ്രാവശ്യത്തിലധികം 2020ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നിയോഗിച്ച റാം എന്ന് പറയുന്ന ഒരു ഡൽഹിക്കാരൻ എന്നെ 10 പ്രാവശ്യത്തിലധികം ബന്ധപ്പെട്ടിരുന്നു. ഈ പ്രാവശ്യമെല്ലാം തന്നെ ഒരു തവണ പോലും ഇയാളുമായിട്ടൊരു മീറ്റിങ്ങിനോ ചർച്ചയ്ക്കോ നിന്നുകൊടുക്കാതെ ഒഴിഞ്ഞു മാറിയ ഞാൻ പിന്നീട് കൊട്ടാരക്കരയിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നൊരു തീരുമാനം എന്റെ ഉള്ളിൽ ഞാൻ എടുത്ത സമയത്ത് റാം വീണ്ടും എന്നെ ബന്ധപ്പെടുകയും കൊട്ടാരക്കര സീറ്റിൽ മത്സരിപ്പിക്കാം, അങ്ങനെ കൊട്ടാരക്കര സീറ്റിൽ മത്സരിപ്പിക്കാം, അവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ വന്ന് പ്രചരണം നടത്തും എന്നെല്ലാം എനിക്ക് ഉറപ്പു നൽകി. ഞാനിത് സാബു ജേക്കബുമായി സംസാരിക്കുകയും അദ്ദേഹവും ആ ഉറപ്പു നൽകി. പിന്നീട് ഫെബ്രുവരി 11-ാം തീയതി ഡൽഹിയിലാണ് ഞാൻ നിൽക്കുന്നതെന്നും ഇവിടെ അഖിൽ ഉറപ്പു നൽകിയെങ്കിൽ മാത്രമേ ആ സീറ്റ് നമ്മൾ വേടിച്ചെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി കൊട്ടാരക്കര സീറ്റ് വേടിച്ചെടുക്കുന്നു എന്ന് ഫെബ്രുവരി 11-ാം തീയതി എനിക്ക് ഉറപ്പു നൽകിയതിന് ശേഷം മാത്രമാണ് ഞാൻ 2020ലേക്ക് വരുന്നത്. Hi, Mr. Akhil. I have a meeting at 6 o'clock. So, is it possible that we can meet at around 5 o'clock? Or then we have to change it to perhaps after 8 o'clock? That is a very important meeting at 6 o'clock, right? I have. Yeah. Please revert as early as possible. No? Thank you. Right now, Mr. Sabu Jacob is in middle of a video conferencing. So he said, I'll just call you back in 10 minutes. I told him what it is about. So he said it will take some time to to discuss because आपके साथ थोड़ा सा लंबा discussion होगा. Just wait for 10-15 minutes. So once he calls me back, I'll take you in conference. Yeah. Thank you so much. ഓക്കെ, അപ്പോൾ കൊട്ടാരക്കര കിട്ടിയില്ല, വേണ്ട. അപ്പം എന്നാൽ തൃപ്പൂണിത്തറ അതും കിട്ടിയില്ല, വേണ്ട. തൃക്കാക്കര നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ടൈമിൽ അഖിൽമാരോട് അയാൾ സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ സംസാരിച്ചൊരു വ്യക്തിയാണ്. വളരെ കോൺഫിഡൻസിൽ കുറേ കണക്കുകൾ മുന്നിൽ വെച്ചിട്ട് എന്നോട് ഞാൻ ചോദിക്കും, നീ കണ്ടോ അതിൽ പല രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഫുൾ മാത്ത് വെച്ചിട്ടാണ് എന്നോട് എന്താ പറയുക, ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്, 1-2 പ്രാവശ്യമൊക്കെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്, ഓക്കെ, ഇത് നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരോട് റിവെഞ്ച് എടുക്കേണ്ട നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം തന്നില്ല, അത് തരുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ കൊണ്ടുവന്നത്. അതിനുശേഷം നിങ്ങൾ A ക്ലാസ് മണ്ഡലമായിട്ട് കാണുന്ന NDAയുടെ BJPൻ്റെ ഈ പറഞ്ഞ തൃപ്പൂണിത്തറയും നിങ്ങൾക്ക് തന്നില്ല. തൃക്കാക്കരയിൽ അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായതെന്ന് ചെയ്യുക? ഒപ്പം ആരും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനില്ല, നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും 2020 തന്നില്ല, BJPൻ്റെ ഏതോ 1-2 ആൾക്കാർ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളപ്പോൾ പോലും നിങ്ങളുടെ ഓവർ കോൺഫിഡൻസിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ഉള്ള കാര്യം പറയാലോ, ഇപ്പം ഈ കരയണ പോലെ ഒന്നും ആയിരുന്നില്ല അന്ന് അഖിൽമാരുടെ സംസാരം വർത്താനം. അത് പേഴ്സണലി അറിയുന്ന ഒരാളെ, പേഴ്സണലി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഇതൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞൊരു വ്യക്തി, അപ്പം അന്ന് യു ആർ സാറ്റിസ്ഫൈഡ് ഇനഫ്, ഓക്കെ ആയിരുന്നു നിങ്ങൾ ആ സീറ്റിന്, അല്ലേ? ഇപ്പം നിങ്ങളല്ല. അതെന്ത് മാറ്റാൻ മാറി ഇതിപ്പത്? അങ്ങ് പറയുകയുണ്ടായി, തൃക്കാക്കര അങ്ങയുടെ 2020യുടെ A ക്ലാസ് മണ്ഡലമാണെന്ന് പറയുകയുണ്ടായി. നോക്കൂ, ഒരു A ക്ലാസ് മണ്ഡലമായ തൃക്കാക്കരയിൽ ആകെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുഴുവൻ സമയം ഉണ്ടായിരുന്നത് 2 പേർ മാത്രമാണ്. 2020യുടെ മണ്ഡലം പ്രസിഡന്റ് ജെയിംസും അതുപോലെ ഡോക്ടർ ടെറിയും, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 2020യുടെ സ്ഥാനാർത്ഥി ഡോക്ടർ ടെറിയും മാത്രമായിരുന്നു എന്റെ ഒപ്പം പ്രവർത്തനത്തിലുണ്ടായിരുന്നത്. അവിടെ ജയിച്ച 2020യുടെ ഒരു കൌൺസിലർ ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നില്ല. അവരെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പെടുന്നത് തന്നെ ആദ്യം അവർ കാണാൻ കൂട്ടാക്കിയില്ല, പിന്നീട് പേരിന് വേണ്ടി ഒന്ന് കണ്ടുവന്നതല്ലാതെ ആ ഒരു കൌൺസിലർ ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നില്ല. കൌൺസിലർ ആയിക്കോട്ടെ, കൌൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചവരായിക്കോട്ടെ, ആരും തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് ചീഫ് ഇലക്ഷൻ ഏജന്റായിട്ട് വെച്ച സുധീർ മേനോൻ ഞാൻ പോകേണ്ട സ്ഥലത്ത് പലപ്പോഴും പോകാതിരുന്ന് ഒരു ദിവസം ഞാൻ വൈറ്റിലയിൽ പ്രചരണത്തിലിരുന്ന സമയത്ത് അന്നേ ദിവസം വൈകിട്ട് കാക്കനാട് തൃക്കാക്കരയിലെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് വരണാധികാരിക്ക് മുന്നിൽ ഞാൻ ഒപ്പിടേണ്ട ഒരു സാഹചര്യം വന്നു. യഥാർത്ഥത്തിൽ ചീഫ് ഇലക്ഷൻ ഏജന്റാണ് എനിക്ക് വേണ്ടി ഒപ്പിടേണ്ടത്. എനിക്ക് വേണ്ടി ഒപ്പിടേണ്ട ചീഫ് ഇലക്ഷൻ ഏജന്റ് അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് വൈറ്റിലയിൽ നിന്നും അവിടെ ആ വഴി പോയ ഒരു ബൈക്കിനെ കൈകാണിച്ച് നിർത്തി. കാരണം വൈറ്റിലയിൽ നിന്നും കാക്കനാടേക്ക് 4:45, അതായത് 4:45 സമയത്താണ് ഞാൻ വൈറ്റില നിൽക്കുന്നത്.
5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ വരണാധികാരിയുടെ ഓഫീസിൽ എത്തണമായിരുന്നു. അപ്പോൾ എത്താൻ ഒരിക്കലും കാറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ബ്ലോക്കിൽ അവിടെ എത്തില്ല എന്നുള്ളതുകൊണ്ട് വഴിയിൽ കണ്ട ഒരു ബൈക്കിനെ ഞാൻ കൈകാണിച്ച് നിർത്തി ഹെൽമറ്റ് പോലും വെക്കാതെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പിടച്ച് ഞാൻ തന്നെ പോയി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം പോലും ഈ സമയത്ത് ഇലക്ഷൻ സമയത്തുണ്ടായിരുന്നു. എൻ്റെ പൊന്നകിലെ ഈ ബൈക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയാം. ഈ അനിയമിതുൻ സന കേസ് പറഞ്ഞില്ലേ ബിഗ് ബോസിൽ, സന അതൊരു സ്ക്രിപ്റ്റായിട്ട് സിനിമയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓടും. അതുപോലെയാണ് ഇപ്പോൾ അഖിലിൻ്റെ ഈ പറഞ്ഞ ഇലക്ഷൻ കഥകൾ. പല രീതിയിലുള്ള സാധനങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു സാധാരണക്കാരനെ പോലെ വഴിയിലെ ബൈക്കിന് ഞാൻ കൈ കാട്ടി ഹെൽമെറ്റ് പോലും വെക്കാതെ ഞാൻ ഓടിപ്പോയി. ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ ഒന്നും പറയാനില്ലടേ. എന്താണെങ്കിലും ഇത് ഒരുപാട് മുന്നോട്ട് പോകും. ഓക്കെ, ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് ശ്രീജിത്ത് പണിക്കരുടെയും ഒക്കെ ഒരു വീഡിയോ, മറുനാടൻ്റെയൊക്കെ ഒരു വീഡിയോ ഉടന്നിട്ടിട്ട് കണ്ടില്ലേ തൃപ്പൂണിത്തറയിൽ എന്നെ, അതായത് ഞാനായിരുന്നു എന്നുള്ളത് ഇവർ പറയുന്നതിനെക്കുറിച്ച് കണ്ടില്ലേ. ഈ പറയുന്ന മറുനാടനാണെങ്കിലും ശ്രീജിത്ത് പണിക്കരാണെങ്കിലും ഒക്കെ അത്യാവശ്യം ഈ പറഞ്ഞ അഖിൽ മഹാരാജയുടെ ഫ്രണ്ട് സർക്കിളിലുള്ളതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോണിനകത്ത് നിൽക്കുന്ന ആളുകളാണ്. അവരെന്താണെന്നുണ്ടെങ്കിൽ ഈ സാധനം പറയാതിരിക്കില്ലല്ലോ. ഈവൺ ഈ ശ്രീജിത്ത് പണിക്കരോട് പലപ്പോഴായിട്ട് സീറ്റിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളും സംസാരിച്ചിട്ടുണ്ട് എന്നടക്കം പറയുന്ന വ്യക്തിയാണ് ഈ അഖിൽ മാരാർ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മൗത്ത് പീസ് ആവുന്നുണ്ട് അവർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ബന്ധത്തിന് മുകളിൽ വന്ന ഐറ്റമാണ്. അവരല്ലാതെ വേറെ ആരെങ്കിലും പൊളിറ്റിക്കൽ അനാലിസിസ് ചെയ്യുന്ന ആരെങ്കിലും ചെയ്തോ പറഞ്ഞോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിടുന്നതായിരിക്കും ബെറ്റർ. എന്താണെങ്കിലും ഒരു സൈഡിൽ അഖിൽ മാരാർ സംഘിപ്പട്ടത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ സാധാരണക്കാരനിൽ നിന്ന് സാധാരണക്കാരനിൽ എത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ഒരു സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2020 എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്ഥാനത്തിനെ മൊത്തത്തിൽ BJP-യിൽ നിന്ന് കാശ് വാങ്ങി മുന്നോട്ട് പോകുന്ന ഒരു മുതലാളിയുടെ ഒരു പാർട്ടി എന്നുള്ള രീതിയിലേക്ക് കാണിക്കാനുള്ള പരിപാടികളും ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ 2020 ഇന്നിപ്പോൾ ഒരു മാനിപ്പുലേഷൻ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. നാളുകളിൽ ഇനി മാനിപ്പുലേഷൻ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ അഖിലിൻ്റെ പുറത്തിടും എന്നുള്ളതും കണ്ടറിയാം. എന്താണെങ്കിലും BJP കേരളത്തിൽ എനിക്കിതാണ് നിന്ന് കിട്ടിയത്. BJP കേരളത്തിൽ ഫണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് പല സംഘികളും എന്നോട് വന്നിട്ട് എന്ത് ഫണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫണ്ടിങ്. 40 കോടി രൂപ എടുത്തിട്ട് കൊടുത്തിട്ട് 19 സീറ്റിൽ ആളെ നിർത്തുന്നത് പിന്നെ ഫണ്ടിങ് അല്ലേ? അല്ല, ഇത് ഞാൻ കൊടുത്തു എന്നുള്ളത് ഞാൻ എൻ്റെ കയ്യിൽ മറ്റേ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ് പറയുന്നതല്ല. അഖിൽ മാരാർ പറഞ്ഞ കാര്യം പറഞ്ഞു. ഓക്കെ, അഖിൽ അതൊന്ന് തെളിയിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ 40 കോടി എനിക്കൊന്ന് ഷിയാസ് എങ്ങാണ്ടാ തോന്നുന്നു ഒരു വട്ടത്തെ പോലെ അഖിൽ മാരാർക്ക് എത്രയോ കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിൽ കേസ് കൊടുക്കാൻ പോവുകയാണ് സാബുവും അതേപോലെ അഖിൽ മാരാർ എന്നുള്ളത് എന്നോട് ഒരു വട്ടം അഖിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സാബുവിനെതിരെ അഖിൽ കേസ് കൊടുക്കൂ, ഇത്രയും കോടി രൂപ ഫണ്ട് മേടിച്ചു എന്ന് പറഞ്ഞിട്ട്. അയ്യോ, എന്താണ് കോടികളുടെ കളിയാണ്.